മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRL തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് അന്വേഷിക്കാനാണ് കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഉത്തരവ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ബംഗളൂരു, കൊച്ചി യൂണിറ്റുകളുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ബംഗളൂരുവിലെ ROCയുടെ പ്രാഥമിക അന്വേഷണത്തിൽ എക്സാലോജിക്കിൽ പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഇതോടെ ROCയുടെ കൊച്ചി യൂണിറ്റ് CMRLനോടും KSIDCയോടും വിശദീകരണം ആവശ്യപ്പെട്ടു. മറുപടിയിലാകട്ടെ പൊരുത്തക്കേടുകളും. തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത്. എക്സാലോജിക്കിന് പുറമെ CMRLും KSIDCയും അന്വേഷണ പരിധിയിലേക്ക് എത്തി. 2013 കമ്പനീസ് ആക്ട് സെക്ഷൻ 2101C പ്രകാരമാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണം നടത്തുക. 4 മാസത്തിനകം റിപ്പോർട്ട് കൈമാറും. മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എക്സാലോജിക്കിന് CMRL 1.72 കോടി രൂപ അനധികൃതമായി നൽകിയെന്ന് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. അതായത് ചെയ്യാത്ത സേവനത്തിന് എക്സാലോജിക്ക് പണം കൈപ്പറ്റിയെന്ന്. ഇത് ഉന്നയിച്ചാണ് ഷോൺ ജോർജ് അടക്കം പരാതി നൽകിയത്. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിച്ചിട്ടുള്ള PV അത് പിണറായി വിജയൻ തന്നെയാണ്. CMRLനെ കൂടാതെ നിരവധി കമ്പനികളിൽ നിന്ന് എക്സാലോജിക്ക് കോടാനുകോടി രൂപ സേവനം നൽകാതെ കൈപ്പറ്റിയിട്ടുണ്ടെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രതികരണം. എക്സാലോജിക്കും നഷ്ടത്തിലാണ് എന്ന് പറയുകയും നഷ്ടത്തിലാണെന്ന കണക്കുകൾ ഔദ്യോഗികമായി നൽകുകയും ഇപ്പോൾ ഒടുവിൽ അവർ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സീരീസ് 4 ഇൻവെസ്റ്റിഗേഷൻ ഓഫീസായിരിക്കും അന്വേഷണം ഏറ്റെടുക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദ ആരോപണത്തിൽ കേന്ദ്ര അന്വേഷണം കൂടി വരുന്നതോടെ മറുപടി പറയേണ്ടത് CPM ആണ്. ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.